നോമ്പിന്റെ ദാഹവും ക്ഷീണവും മാറ്റാനോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ വേനൽക്കാലത്ത് ചൂടിനൊരാശ്വാസമായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പി നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ ക്യാരറ്റ് കൊണ്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിൽ റെഡ് ക്യാരറ്റ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് ചെറുതാക്കി നുറുക്കിയെടുത്തൊന്ന് കൊണ്ടുവരാം. ഒരു പ്രഷർ കുക്കറിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പാലും അതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റിൻ്റെ പീസസ് അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം. അതുപോലെ 10 മുതൽ 12 വരെ കാഷ്യൂ നട്ട്സും അതുപോലെ 2 ടേബിൾ സ്പൂൺ പിസ്തയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 നാര് സാഫ്രോൺസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ക്യാരറ്റ് വേവിച്ചപ്പോൾ ഉള്ള പാലിൽ നിന്ന് കുറച്ചുകൂടി ചേർത്ത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം. ബാക്കിയുള്ള പാല് നമുക്കൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പാല് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സി ജാറ് കഴുകിയിട്ട് 2 കപ്പ് വെള്ളം കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ലൂസാക്കിയിട്ട് ഈ ഒരു ഡ്രിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. മധുരത്തിന് ആവശ്യത്തിന് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഈ ക്യാരറ്റ് അരയ്ക്കുമ്പോൾ കുറച്ച് കുങ്കുമപ്പൂ ചേർത്താണ്, എന്നാലും 2-3 നാര് കൂടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് വെട്ടി തിളച്ചത് ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ നട്ട്സ് ഒന്ന് സ്ലൈസ് ചെയ്ത് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് മിനിമം 2 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കാം. നന്നായിട്ട് തണുപ്പിച്ച് വേണം ഈ ഒരു ഡ്രിങ്ക് സെർവ് ചെയ്യാനായിട്ട്. തണുക്കും തോറും ഇത് കുറച്ച് കൂടിയിട്ടൊന്ന് കുറുകി വരുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കാനോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ ചൂടത്തൊക്കെ നമ്മൾ കയറി വരുമ്പോൾ കുടിക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ.